ഹായ് എവരിവൺ, ഹെൽത്ത് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ആരോഗ്യത്തിനും രുചിക്കും ഒരേപോലെ തന്നെ പ്രാധാന്യം നൽകുന്ന ഒരു ഡിഷാണ്. നമ്മുടെ ഭാരം നിയന്ത്രിക്കുന്നതിനും ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ ലഭിക്കുന്നതിനും നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ ആകുന്നതിനും നമ്മൾ ഒത്തിരി ഉപയോഗിക്കുന്ന നമ്മുടെ കേരളത്തിന്റെ സ്വന്തമായ മലയാളത്തിന്റെ സ്വന്തമായ പാലക്കാടൻ മട്ട റൈസ് ബോൾ. ഇതൊരു ബാലൻസ് മീലാണ്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, അതുപോലെ ഫൈബർ എല്ലാം അടങ്ങിയിരിക്കുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാവുന്ന നല്ലൊരു മീലാണ്. ദിവസം മുഴുവൻ എനർജി ലഭിക്കാനും അതുപോലെ നമ്മുടെ അനാവശ്യമായിട്ടുള്ള വിശപ്പ് ഒഴിവാക്കാനും ഇത് നമ്മളെ സഹായിക്കും. ഈ ഡിഷിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ A2 ഘീ, പാലക്കാട് മട്ട റൈസ്, ഗാർലിക്, ഓണിയൻ, സെല്ലറി, എഗ്ഗ്, ചിക്കൻ, ബീൻസ്, ക്യാരറ്റ്, അതുപോലെ ക്യാബേജ്, പെപ്പർ, സാൾട്ട്, പാർസ്ലി. നമുക്ക് തുടങ്ങിയാലോ? ആദ്യം പാൻ നന്നായിട്ട് ചൂടാക്കുക. നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്ന ഫാറ്റ് എന്ന് പറയുന്നത് A2 ഘീ ആണ്. വെച്ചൂർ പശുവിന്റെ പാലിൽ നിന്ന് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന നെയ്യാണ്. നമ്മൾ ഹെൽത്ത് കിച്ചണിൽ A2 ഘീ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് വീടുകളിൽ ഉപയോഗിക്കുമ്പോൾ നോർമൽ നെയ്യ് ഉപയോഗിക്കാം, അല്ല എങ്കിൽ നമുക്ക് ശുദ്ധമായ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന വെളിച്ചെണ്ണ ഉപയോഗിക്കാം. നെയ്യ് ഏകദേശം നമ്മളൊരു 5 ml ആണ് ഒഴിക്കുന്നത്. നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ 5 ഗ്രാം ഗാർലിക് ചേർക്കുന്നു. ഗാർലിക് ഒന്ന് ചെറുതായിട്ട് സോട്ടായിട്ട് വരുമ്പോൾ, ചെറിയൊരു ഗോൾഡൻ കളർ ആവുമ്പോൾ നമ്മളിതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻസ്, അതും ഒരു 5 ഗ്രാം നമ്മൾ ആഡ് ചെയ്യുന്നു. ശരിക്കും നമ്മുടെ ഈ ഡിഷിന് അടിസ്ഥാന ഒരു ഫ്ലേവർ നൽകുന്നതാണ് ഈ 3 ഇൻഗ്രീഡിയൻസ്: ഓണിയൻ, ഗാർലിക്, സെല്ലറി. നമ്മൾ ആഡ് ചെയ്യുന്നത് സെല്ലറിയാണ്. സെല്ലറിയും അതുപോലെ ഒരു 5 ഗ്രാം. ഇപ്പോൾ വീടുകളിൽ നമുക്ക് സെല്ലറി ഇല്ല എന്ന് വെച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ശരിക്കും നമ്മൾ ഓണിയനും ഗാർലിക്കും സെല്ലറി മാത്രം സോട്ട് ചെയ്താലും കുഴപ്പമില്ല. സെല്ലറിയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഒരു എക്സ്ട്രാ ഫ്ലേവറും കൂടി എക്സ്ട്രാ കിട്ടും. ഇത് നമ്മൾ സോട്ടായി വരുമ്പോൾ, ഏകദേശം നല്ലൊരു ഗോൾഡൻ കളർ വരുമ്പോൾ, നമ്മൾ ഇതിലേക്ക് എഗ്ഗാണ് ആഡ് ചെയ്യുന്നത്. ഒരു എഗ്ഗാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇത് ശരിക്കും ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു എഗ്ഗ്, ബീറ്റ് ചെയ്തിരിക്കുന്ന ഒരു എഗ്ഗ്. ഇപ്പം ശരിക്കും 6 ഗ്രാം പ്രോട്ടീൻ നമ്മുടെ ഡിഷിലേക്ക് ആഡ് ചെയ്യും. എഗ്ഗ് നമ്മളിപ്പോൾ ആഡ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റെക്ക് അടിയിലൊരു പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എഗ്ഗ് ഇപ്പോൾ തന്നെ ആഡ് ചെയ്തത്. ഇതിലേക്ക് നമ്മൾ വീണ്ടും ആഡ് ചെയ്യാൻ പോകുന്നത് 100 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് ആണ്. 100 ഗ്രാം ചിക്കൻ ബ്രസ്റ്റിൽ ഏകദേശം 30 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. നമ്മളിതൊന്ന് സോട്ട് ചെയ്യുക. ചിക്കൻ ഏകദേശം ഹാഫ് കുക്കായി കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഏകദേശം 50 ഗ്രാം ക്യാരറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നു. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് വീണ്ടും നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് 50 ഗ്രാം ബീൻസ് ആണ്. ശരിക്കും ബീൻസിൽ നല്ല ഫൈബർ ഉണ്ട്, ക്യാരറ്റിലും അത്യാവശ്യം നല്ല ഫൈബർ കണ്ടന്റ് ഉണ്ട്. ഇത് ഏകദേശം ഒന്ന് കുക്കായി കഴിയുമ്പോൾ, ഇത് വേഗം ഒരു 50% ഇത് കുക്കായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ക്യാബേജാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് വീട്ടിൽ സുലഭമായി കിട്ടുന്നൊരു വെജിറ്റബിൾസ് ആണ്. ശരിക്കും ഇതെല്ലാം കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ A2 നെയ്യുടെ സ്മെല്ലെല്ലാം നന്നായിട്ട് നമുക്ക് വരുന്നുണ്ട്. ഇതും ഏകദേശം കുക്കായി കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് സാൾട്ടാണ് കഴിയുന്നത്. അത് നമ്മൾ ഉപയോഗിക്കുന്നത് പിങ്ക് സാൾട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മുടെ കുരുമുളക് പൊടി, ഇതിലേക്ക് നമ്മൾ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത്
മലയാളത്തിൻ്റെ സ്വന്തമായ പാലക്കാട് മട്ട റൈസ്. ഇത് 100% നോൺ പോളിഷ് റൈസാണ് കേട്ടോ. ഇതിൽ ഫൈബറും ഉണ്ട്, പ്രോട്ടീനും ഉണ്ട്. ഇത് ഏകദേശം 35 ഗ്രാം റൈസിൽ നിന്നാണ് നമുക്ക് 100 ഗ്രാം കുക്ക്ഡ് റൈസ് കിട്ടുന്നത്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നമ്മുടെ റൈസ് വെച്ചിട്ട് പ്രോട്ടീനും ഫൈബറും എല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. കുറച്ച് നേരം നമ്മളൊന്ന് സ്ലോ ഫയറിൽ എടുത്ത് നിൽക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ എളുപ്പത്തിൽ എല്ലാ വീട്ടിലും സുലഭമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷുകളാണ്. ഇതിൽ ഏകദേശം ടോട്ടൽ ഒരു 520 കലോറി ഉണ്ട്. ശരിക്കും ഒരു 8 to 9 ഗ്രാം ഫൈബർ ഉണ്ട്. ഏകദേശം 10 to 50 ഗ്രാം ഫാറ്റ് ഉണ്ട്. ഏകദേശം 40 ഗ്രാം പ്രോട്ടീനും ഉണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഡിഷ്. ശരിക്കും ഇത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇത് നമുക്ക് കഴിക്കാവുന്ന ഒരു ബെസ്റ്റ് ഹൈ പ്രോട്ടീൻ ബോളാണ്. ഇത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് നമ്മുടെ ഷുഗർ കുറയുന്നതിനും അതുപോലെ കൊളസ്ട്രോൾ കുറയുന്നതിനും നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവുന്നതിനും എല്ലാം നമുക്ക് സഹായിക്കും. ഇത് നമുക്ക് സുലഭമായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാവുന്ന ഡിഷാണ്. ഇത് ദിവസേന നമുക്ക് നമ്മുടെ ലഞ്ച് മീലായിട്ട് ഉൾപ്പെടുത്താവുന്ന ഒരു സിമ്പിൾ മീലാണ്. അതായത് ഒരു ബാലൻസ് മീലാണ്. ഇതുപോലുള്ള നല്ല റെസിപ്പികൾക്കായി കെൽത്തിയെ ഫോളോ ചെയ്യുക. നമ്മൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക. എല്ലാവരും ആരോഗ്യമായിട്ടിരിക്കൂ. ഈറ്റ് കെൽത്തി, സ്റ്റേ ഹെൽത്തി.